ജാവ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൻ്റെ കഴിഞ്ഞ വീഡിയോയിന് തുടർച്ചയായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൽ പറയുന്നത് ജാവ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ വരുന്ന ഡിഫറെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചാണ്. 5 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ജാവ എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ ഉപയോഗിക്കുന്നത്. ട്രൈ, ക്യാച്ച്, ഫൈനലി, ത്രോ, ത്രോസ്. ഇതിലെ ഫസ്റ്റ് വൺ ട്രൈ ക്യാച്ച് ബ്ലോക്ക്. Java try block is used to enclose the code that might throw an exception. ഒരു ജാവ പ്രോഗ്രാമിൽ എക്സെപ്ഷൻസ് വരാൻ സാധ്യതയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളെ നമ്മൾ ട്രൈ ബ്ലോക്കിലാണ് എഴുതുക. ട്രൈ ബ്ലോക്ക് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ഹാൻഡ്ലിങ്ങിൽ ഒരു എക്സെപ്ഷൻ കോഡിൽ എക്സെപ്ഷൻ വരാൻ സാധ്യതയുള്ള കോഡുകളെ നമ്മൾ ആ ട്രൈ ബ്ലോക്ക് എന്നൊരു സെക്ഷനിൽ വിത്തിൻ കേർലി ബ്രേസസിൽ എഴുതി വയ്ക്കും. എക്സെപ്ഷൻസ് വരുന്ന സമയത്തായിരിക്കും ഈ ട്രൈ ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിൽ എക്സെപ്ഷൻ വരുന്ന സമയത്ത് അതിനനുസരിച്ച് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റുകളിലേക്ക് ആ എക്സെപ്ഷനെ ത്രോ ചെയ്യും. ജാവ ട്രൈ ബ്ലോക്ക് മസ്റ്റ് ബി ഫോളോഡ് ബൈ എയ്തർ ക്യാച്ച് ഓർ ഫൈനലി ബ്ലോക്ക്. ജാവയിൽ ട്രൈ ബ്ലോക്കിന് ഫോളോ ചെയ്തിട്ട് ട്രൈ ബ്ലോക്കിന് ശേഷം ഒരു ക്യാച്ച് ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഫൈനലി ബ്ലോക്കോ ഉണ്ടായിരിക്കണം. ഒരു സിൻറ്റാക്സ് നോക്കാം, എങ്ങനെയാണ് ട്രൈ ബ്ലോക്കിൻ്റെ സിൻറ്റാക്സ്. അപ്പോൾ നമ്മൾ ട്രൈ എന്നൊരു കീവേഡാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ദെൻ വിത്തിൻ കേർലി ബ്രേസസിലാണ് നമ്മൾ ഇതിൽ എക്സെപ്ഷൻ വരാൻ സാധ്യതയുള്ള കോഡുകൾ എഴുതുന്നത്. കോഡ് ദാറ്റ് മേ ത്രോ ആൻ എക്സെപ്ഷൻ. ദെൻ അതിന് ശേഷം ഒരു ക്യാച്ച് ബ്ലോക്ക്, ഇത് ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ സിൻറ്റാക്സ് ആണ് പറയുന്നത്. അപ്പോൾ ട്രൈ ബ്ലോക്കിനെ ഫോളോ ചെയ്തിട്ട് ഒരു ക്യാച്ച് ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഫൈനലി ബ്ലോക്കോ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് ക്യാച്ച് ബ്ലോക്ക്. ക്യാച്ച് എന്നെഴുതി എക്സെപ്ഷൻ ക്ലാസ് നെയിം ഏതാണോ എക്സെപ്ഷൻ, ആ എക്സെപ്ഷൻ്റെ ക്ലാസ് നെയിം, ദെൻ അതിൻ്റെ റെഫറൻസ് വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ ഒബ്ജക്റ്റ് നെയിം, ദെൻ വിത്തിൻ കേർലി ബ്രേസസിൽ ഹാൻഡ്ലിംഗ് കോഡ്. അതായത് എക്സെപ്ഷൻ ത്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള കോഡുകളാണ് ക്യാച്ച് ബ്ലോക്കിൽ എഴുതേണ്ടത്. ഇതാണ് ട്രൈ ക്യാച്ച് ബ്ലോക്കിൻ്റെ സിൻറ്റാക്സ്. ട്രൈ ബ്ലോക്കിന് ഫോളോ ചെയ്തിട്ട് ഒരു ക്യാച്ച് ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു ഫൈനലി ബ്ലോക്കോ ഉണ്ടായിരിക്കണം. ജാവ ക്യാച്ച് ബ്ലോക്ക് ഈസ് യൂസ്ഡ് ടു ഹാൻഡിൽ ദ എക്സെപ്ഷൻ ബൈ ഡിക്ലെയറിംഗ് ദ ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ വിത്തിൻ ദ പാരാമീറ്റർ. അതായത് നമ്മളെ എക്സെപ്ഷൻ എക്സെപ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ക്യാച്ച് ബ്ലോക്ക്. ക്യാച്ച് ബ്ലോക്കിനുള്ളിലാണ് നമ്മൾ ആ ടൈപ്പ് ഓഫ് എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത്. ആ ടൈപ്പിലുള്ള ഒരു ഒബ്ജക്റ്റും ആ ക്യാച്ച് ബ്ലോക്കിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ദ ഡിക്ലെയർഡ് എക്സെപ്ഷൻ മസ്റ്റ് ബി പാരൻറ്റ് ക്ലാസ് ഓഫ് എക്സെപ്ഷൻ. അവിടെ ഡിക്ലെയർ ചെയ്യുന്ന എക്സെപ്ഷൻ്റെ പാരൻറ്റ് ഈ എക്സെപ്ഷൻ ക്ലാസ്സിനുള്ള ഒരു എക്സെപ്ഷൻ എന്ന ക്ലാസ് ആയിരിക്കണം അതിൻ്റെ പാരൻറ്റ് ക്ലാസ്. ഓർ ദ ജനറേറ്റഡ് എക്സെപ്ഷൻ ടൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ യൂസർ ഡിഫൈൻഡ് ആയിട്ടുള്ള എക്സെപ്ഷനുകളോ ആയിരിക്കണം ആ എക്സെപ്ഷൻ്റെ പാരാമീറ്ററായി വരുന്ന ടൈപ്പ്. അത് നമുക്ക് കഴിഞ്ഞ ഈ ഒരു തൊട്ട് മുന്നേ ട്രൈ ബ്ലോക്കിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇവിടെ നോക്കുക, ഇവിടെ ക്യാച്ച് ബ്ലോക്ക് നോക്കുക. ക്യാച്ച് ബ്ലോക്കിൽ കാണാം എക്സെപ്ഷൻ ക്ലാസ് നെയിം ദെൻ റെഫറൻസ് എന്ന് പറഞ്ഞാണ്. അതായത് എക്സെപ്ഷൻ ക്ലാസ് നെയിം എന്ന് പറയുന്നത് ഏത് ടൈപ്പ് എക്സെപ്ഷൻ ആണോ ആ എക്സെപ്ഷൻ്റെ ക്ലാസ് നെയിമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ യൂസർ ഡിഫൈൻഡായി നമ്മൾ തന്നെ ഡിഫൈൻഡ് അല്ലാത്ത യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസും ജാവയിൽ ക്രിയേറ്റ് ചെയ്യും. അത്തരം എക്സെപ്ഷൻസ് ആണെങ്കിൽ ആ എക്സെപ്ഷൻ്റെ ക്ലാസ് ആയിരിക്കണം അവിടെ ക്ലാസ് നെയിമായി കൊടുക്കേണ്ടത്. അതിനുശേഷം ഒരു റെഫറൻസ് വേരിയബിൾ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് നെയിം, അതാണ് ഇവിടെ വേണ്ടത്. ദെൻ അത് വിത്തിൻ കേർലി ബ്രേസസിൽ ഹാൻഡ്ലിംഗ് കോഡ് എന്ന് പറയുന്നത് എക്സെപ്ഷൻ ഒക്കർ ചെയ്താൽ ഈ ക്യാച്ച് ബ്ലോക്കിലേക്കായിരിക്കും അത്തരം എക്സെപ്ഷൻസിനെ ത്രോ ചെയ്യുന്നത്. അതിനുശേഷം എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദ ക്യാച്ച് ബ്ലോക്ക് മസ്റ്റ് ബി യൂസ്ഡ് ആഫ്റ്റർ ദ ട്രൈ ബ്ലോക്ക് ഓൺലി. ഒരു ക്യാച്ച് ബ്ലോക്ക് ഒരു ട്രൈ ബ്ലോക്കിന് ശേഷം മാത്രമായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. യു ക്യാൻ യൂസ് മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്ക് വിത്തിൻ എ സിംഗിൾ ട്രൈ ബ്ലോക്ക്. മൾട്ടിപ്പിൾ ക്യാച്ച് ബ്ലോക്കും ഒരു സിംഗിൾ ട്രൈ ബ്ലോക്കിന് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഒരു ട്രൈ ബ്ലോക്കിന് ശേഷം ഒന്നിലധികം ക്യാച്ച് ബ്ലോക്കുകൾ നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കാം. ഡിഫറെൻറ്റ് എക്സെപ്ഷൻസ് ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ട്രൈ ബ്ലോക്ക്, ആ ട്രൈ ബ്ലോക്കിൽ നിന്ന് മൾട്ടിപ്പിൾ ആയിട്ടുള്ള എക്സെപ്ഷൻസ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ എക്സെപ്ഷൻസ് നമുക്ക് ഡിഫറെൻറ്റ് ക്യാച്ച് ബ്ലോക്കുകളിൽ എഴുതി കൊടുക്കാം. The finally block is block used to execute important code such as closing the connection etc. അതായത് ഫൈനലി ബ്ലോക്ക് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോഡുകളെല്ലാം എഴുതുന്ന ബ്ലോക്കാണ് ഫൈനലി ബ്ലോക്ക്. അതായത് ഒരു എക്സെപ്ഷൻ
കോട്ട് ചെയ്താലും അല്ലെങ്കിൽ എക്സെപ്ഷൻ ഒക്വയർ ചെയ്താലും എക്സെപ്ഷൻ ഒക്വയർ ചെയ്തില്ലെങ്കിലും എക്സിക്യൂട്ട് ചെയ്യേണ്ട സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഈ ഫൈനലി ബ്ലോക്കിൽ എഴുതി കൊടുക്കുന്നത്. ജാവ ഫൈനലി ബ്ലോക്ക് ഈസ് ഓൾവേസ് എക്സിക്യൂട്ടഡ് വെദർ ആൻ എക്സെപ്ഷൻ ഈസ് ഹാൻഡിൽഡ് ഓർ നോട്ട്. ഫൈനലി ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എല്ലാ സമയത്തും എക്സിക്യൂട്ട് ചെയ്യും, വെദർ എക്സെപ്ഷൻ ഹാൻഡിൽഡ് ഓർ നോട്ട്. എക്സെപ്ഷൻ ഒക്വയർ ചെയ്താലും ഇല്ലെങ്കിലും ഇത്തരം ഇതിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് നമ്മൾ ഫൈനലി ബ്ലോക്കിൽ എഴുതുന്നത്. ദെർഫോർ ഇറ്റ് കണ്ടെയ്ൻ ഓൾ ദ നെസസറി സ്റ്റേറ്റ്മെൻറ്റ്സ് ദാറ്റ് നീഡ് ടു ബി പ്രിൻറ്റഡ് റിഗാർഡ്ലെസ് ഓഫ് ദ എക്സെപ്ഷൻ ഒക്വയർ ഓർ നോട്ട്. അതായത് എക്സെപ്ഷൻ ഒക്വയർ ചെയ്താലും ഇല്ലെങ്കിലും നമ്മൾ ഈ ഒരു ഫൈനലി ബ്ലോക്കിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ എക്സിക്യൂട്ട് ചെയ്യും. ദ ഫൈനലി ബ്ലോക്ക് ഫോളോസ് ട്രൈ ക്യാച്ച് ബ്ലോക്ക്. ട്രൈ ക്യാച്ചിന് ബ്ലോക്കിന് ശേഷമായിരിക്കും ഫൈനലി ബ്ലോക്ക് ഉണ്ടായിരിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു എക്സെപ്ഷൻ, ഒരു പ്രോഗ്രാമിലൊരു എക്സെപ്ഷൻ വരുമ്പോൾ അതിൻ്റെ ഹാൻഡ്ലിങ്, ഒരു എക്സെപ്ഷൻ ഹാൻഡ്ലിങ് ഉപയോഗിക്കുന്ന ഒരു പ്രോഗ്രാമും എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇല്ലെങ്കിലുള്ള ഒരു പ്രോഗ്രാമും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പ്രോബ്ലം വിത്തൗട്ട് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഇല്ലെങ്കിൽ എന്താവും, ഇതിൻ്റെ ഒരു പ്രോഗ്രാമിൽ വരുന്ന പ്രോബ്ലം എന്നതാണ് ഈ ഒരു കോഡ് പറയുന്നത്. നോക്കുക, ഇവിടെ ക്ലാസ് ട്രൈ ക്യാച്ച് എക്സാമ്പിൾ എന്നൊരു ക്ലാസ്സാണ്. അതിനുള്ളിലെ മെയിൻ ഫംഗ്ഷനിലുള്ളിൽ കാണാം ഇൻറ്റ് ഡാറ്റ ഈക്വൽ ടു 50/0. ഇത് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു എക്സെപ്ഷൻ ആയിരിക്കും ത്രോ ചെയ്യുക. കാരണം 50/0 സീറോയെ ഒരു നമ്പർ കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. സോ അവിടെ ഒരു എക്സെപ്ഷൻ ആയിരിക്കും ത്രോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യും. അല്ലെങ്കിൽ അതിന് ശേഷം വരുന്ന system.out.println റെസ്റ്റ് ഓഫ് ദ കോഡ് എന്നൊരു കോഡ് ഒരിക്കലും പ്രോഗ്രാമിൽ പ്രിൻ്റ് ചെയ്യാൻ പോകുന്നില്ല. ഇത് അവിടെ ആ എക്സെപ്ഷൻ ഒക്വയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വെച്ച് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിൽ നോക്കുക, ഈ ഒരു പ്രോഗ്രാമിൽ സൊല്യൂഷനാണ് എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് ഉപയോഗിക്കുമ്പോഴുള്ള ഗുണമാണ് കാണിക്കുന്നത്. ഇവിടെ പബ്ലിക് ട്രൈ ക്യാച്ച് എക്സാമ്പിൾ 2 എന്ന് പറഞ്ഞ ക്ലാസ് മെയിൻ ഫംഗ്ഷൻ നോക്കുക, വിത്തിൻ ട്രൈ ബ്ലോക്കിലാണ് ഇൻറ്റ് ഡാറ്റ ഈക്വൽ ടു 50/0 എന്ന് എഴുതിയിട്ടുള്ളത്. സോ ട്രൈ ബ്ലോക്കിൽ ശേഷം ഒരു ക്യാച്ച് ബ്ലോക്ക് എഴുതിയിട്ടുണ്ട്. ക്യാച്ച് ബ്ലോക്കിലെ എക്സെപ്ഷൻ ടൈപ്പായിട്ട് അരിത്തമെറ്റിക് എക്സെപ്ഷൻ എന്നും അതേപോലെ റെഫറൻസ് ഇ എന്നും എഴുതിയിട്ടുണ്ട്. അതായത് അരിത്തമെറ്റിക് എക്സെപ്ഷൻ്റെ ടൈപ്പിൽ ഇ എന്നൊരു ഒബ്ജക്റ്റ്. ദെൻ അതിനുള്ളിൽ system.out.println ആ ഒബ്ജക്റ്റിനെ പ്രിൻറ്റ് ചെയ്യുകയാണ് അവിടെ ചെയ്യുന്നത്, ആ റെഫറൻസ് പ്രിൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ദെൻ അതിനുശേഷം system.out.println റെസ്റ്റ് ഓഫ് ദ കോഡ് എന്ന് പ്രിൻറ്റ് ചെയ്യുന്നുണ്ട്. അത് ക്യാച്ച് ബ്ലോക്കിന് പുറത്താണ് പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത് നോക്കാം. ഇവിടെ ഈ ഒരു ട്രൈ ബ്ലോക്കിൽ കോഡ് എഴുതിയതുകൊണ്ട് എക്സെപ്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ ക്യാച്ച് ബ്ലോക്കിലേക്ക് ത്രോ ചെയ്യും. ക്യാച്ച് ബ്ലോക്ക് അതിനെ ആക്സസ് ചെയ്ത് ആ എക്സെപ്ഷൻ എന്താണോ ആ ഇ എന്ന ഒബ്ജക്റ്റ് പ്രിൻറ്റ് ചെയ്യുന്നതോടുകൂടി ആ എക്സെപ്ഷൻ എന്താണ് എന്ന് പ്രിൻറ്റ് ചെയ്ത് കാണിക്കും. അതിനുശേഷം ആ റെസ്റ്റ് ഓഫ് ദ കോഡ് എന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യുന്നില്ല, അതിനെ ഹാൻഡ് ചെയ്ത ശേഷം അത് വർക്കിംഗ് കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. അനദർ 2 ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റുകളാണ് ത്രോസ്. ത്രോ കീവേഡ് ഈസ് യൂസ്ഡ് ടു ത്രോ ആൻ എക്സെപ്ഷൻ എക്സ്പ്ലിസിറ്റ്ലി. അതായത് ത്രോ കീവേഡ് ഉപയോഗിക്കുന്നത് നമ്മുടെ യൂസർ ഡിഫൈൻഡ് ആയിട്ട് ഉള്ള എക്സെപ്ഷനുകൾ, അങ്ങനെയുള്ള എക്സെപ്ഷനുകളെ നമുക്ക് കോഡ് ഉപയോഗിച്ച് അല്ലെങ്കിൽ ജനറേറ്റഡ് ആയ എക്സെപ്ഷനുകളെ കോഡ് ഉപയോഗിച്ച് ത്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്സെപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോ. ഒരു എക്സെപ്ഷനെ ത്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോ കീവേഡ്. ഈ സ്പെസിഫൈ ദ എക്സെപ്ഷൻ ഒബ്ജക്റ്റ് വിച്ച് ഈസ് ടു ബി ത്രോൺ. എക്സെപ്ഷൻ ഇതിൽ ത്രോ സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് എക്സെപ്ഷൻ ഏത് എക്സെപ്ഷനാണോ ഒബ്ജക്റ്റാണോ ആ ഒബ്ജക്റ്റിനെയാണ് ഈ ത്രോ ഉപയോഗിച്ച് ത്രോ ചെയ്യുന്നത്. ദ എക്സെപ്ഷൻ ഹാസ് സം മെസ്സേജ് വിത്ത് ഇറ്റ് ദാറ്റ് പ്രൊവൈഡ്സ് ദ എറർ ഡിസ്ക്രിപ്ഷൻ. ഈ ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യുന്ന നേരത്ത് ആ എക്സെപ്ഷനിൽ ഒരു മെസ്സേജ്, ആ ഒരു എററിൻ്റെ ഡിസ്ക്രിപ്ഷനും നമുക്ക് എക്സെപ്ഷനൊപ്പം പാസ് ചെയ്യാം. അതായത് ത്രോ ചെയ്യുന്ന എക്സെപ്ഷൻ്റെ ഒബ്ജക്റ്റിനൊപ്പം നമുക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷനും പാസ് ചെയ്യാം. ദീസ് എക്സെപ്ഷൻസ് മേ ബി റിലേറ്റഡ് ടു യൂസർ ഇൻപുട്ട്, സെർവർ എക്സെട്ര. ഈ യൂസർ ഇൻപുട്ട് അതേപോലെ ഉള്ള എക്സെപ്ഷനുകളാണ് ഈ ത്രോ ഉപയോഗിച്ച് ത്രോ ചെയ്യുന്നത്. വി ക്യാൻ ത്രോ എയ്തർ ചെക്ക്ഡ് ഓർ ചെക്ക്ഡ് എക്സെപ്ഷൻസ് ഇൻ ജാവ ബൈ ത്രോ കീവേഡ്. നമ്മൾ 2 രീതിയിലുള്ള 2 ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് പറഞ്ഞു, ചെക്ക്ഡ് എക്സെപ്ഷൻസ്, അൺചെക്ക്ഡ് എക്സെപ്ഷൻ. ഈ 2 ടൈപ്പ് ഓഫ് എക്സെപ്ഷൻസ് നമുക്ക് ത്രോ കീവേഡ് ഉപയോഗിച്ച് ത്രോ ചെയ്യാം.
ഇറ്റ് മെയിൻലി യൂസ്ഡ് ടു ത്രോ എ കസ്റ്റം എക്സെപ്ഷൻ. ഇതൊക്കെ ഒരു കസ്റ്റമൈസ്ഡ് എക്സെപ്ഷൻ, യൂസർ ഡിഫൈൻഡ് എക്സെപ്ഷൻസ് ത്രോ ചെയ്യാനാണ് സാധാരണ ഈ ഒരു ത്രോ എന്ന കീവേഡ് ഉപയോഗിക്കുന്നത്. ഇതാണ് ത്രോ കീവേഡിൻ്റെ സിൻറ്റാക്സ് നോക്കുക. ത്രോ എന്ന സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ന്യൂ എക്സെപ്ഷൻ ക്ലാസ്, വിത്തിൻ ബ്രാക്കറ്റ്സിൽ മെസ്സേജ്. അപ്പോൾ ഇവിടെ എക്സെപ്ഷൻ ക്ലാസ് ഏതാണോ, ഏത് ടൈപ്പ് ഓഫ് എക്സെപ്ഷൻ ആണോ ആ എക്സെപ്ഷനെ ത്രോ ചെയ്യുക. ത്രോ ചെയ്യുമ്പോൾ ഒരു മെസ്സേജും അതിനൊപ്പം പാസ് ചെയ്യുക. അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു ത്രോ കീവേഡ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കുക. ത്രോ ന്യൂ IO എക്സെപ്ഷൻ സോറി ഡിവൈസ് എറർ. അതായത് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷനാണ് ജനറേറ്റ് ചെയ്തതെങ്കിൽ അതിനെ ത്രോ ചെയ്യാനുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതായത് IO എക്സെപ്ഷൻ ക്ലാസ്സിന് IO എക്സെപ്ഷൻ ഒബ്ജക്റ്റിനെയാണ് ത്രോ ചെയ്യുന്നത്. അതിൽ പാരാമീറ്ററായിട്ട് ഒരു മെസ്സേജാണ് പാസ് ചെയ്യുന്നത്, സോറി ഡിവൈസ് എറർ എന്ന ഒരു മെസ്സേജ്. അപ്പോൾ ഇങ്ങനെ എക്സ്പ്ലിസിറ്റായിട്ട് എക്സെപ്ഷനുകൾ ത്രോ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോ സ്റ്റേറ്റ്മെൻറ്റ്. അനദർ സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോസ് സ്റ്റേറ്റ്മെൻറ്റ്. ത്രോസ് ഈസ് യൂസ്ഡ് ടു ഡിക്ലെയർ ആൻ എക്സെപ്ഷൻ. ത്രോ ഒരു എക്സെപ്ഷൻ ത്രോ ചെയ്യാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ത്രോസ് കീവേഡ് ഉപയോഗിക്കുന്നത് ഒരു എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോസ് സ്റ്റേറ്റ്മെൻറ്റ്. ഇറ്റ് ഗീവ്സ് ആൻ ഇൻഫർമേഷൻ ടു ദ പ്രോഗ്രാമർ ദാറ്റ് ദർ മേ ഒക്കർ ആൻ എക്സെപ്ഷൻ. ആ ഒരു മെത്തേഡിനുള്ളിലാണ്, ഒരു മെത്തേഡിനൊപ്പമാണ് ഈ ഒരു ത്രോസ് കീവേഡ് ഉപയോഗിച്ച് എക്സെപ്ഷൻസ് ഡിക്ലെയർ ചെയ്യുക. അതിൻ്റെ മീനിങ് ഈ ഒരു ബ്ലോക്കിൽ അല്ലെങ്കിൽ ഈ ഒരു മെത്തേഡിൽ എക്സെപ്ഷൻസിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്, ആ എക്സെപ്ഷനുകളെ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ത്രോസ് കീവേഡ് ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ നോക്കിയാൽ മനസ്സിലാവും. ആദ്യം റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം. നമ്മൾ പറഞ്ഞു ഒരു മെത്തേഡിന് ഒപ്പമാണ്, മെത്തേഡിൻ്റെ ഡിക്ലറേഷനൊപ്പമാണ് നമ്മൾ ഈ ഒരു എക്സെപ്ഷൻ, ഈ ത്രോസ് കീവേഡ് ഉപയോഗിച്ച് എക്സെപ്ഷനെ ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ റിട്ടേൺ ടൈപ്പ്, മെത്തേഡ് നെയിം, ദെൻ ത്രോസ് കീവേഡ്, ദെൻ എക്സെപ്ഷൻ ക്ലാസ് നെയിം. ഏതാണോ എക്സെപ്ഷൻ ഏത് എക്സെപ്ഷനാണോ ജനറേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ക്ലാസ് നെയിം. ദെൻ വിത്തിൻ കേളി ബ്രേസസിൽ മെത്തേഡ് കോഡ്, ആ മെത്തേഡിൻ്റെ ബോഡി അതാണ്. അപ്പോൾ ആ മെത്തേഡിൻ്റെ ബോഡിയിൽ ഒരു എക്സെപ്ഷൻ, ഏതെല്ലാം എക്സെപ്ഷനാണോ ഒക്കർ ചെയ്യാൻ സാധ്യതയുള്ളത് ആ എക്സെപ്ഷനുകളെ നമ്മൾ ആ മെത്തേഡിൻ്റെ ഡിക്ലറേഷനൊപ്പം ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ത്രോസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇത്രയാണ് ജാവ എക്സെപ്ഷൻ ഹാൻഡ്ലിംഗ് സ്റ്റേറ്റ്മെൻറ്റുകൾ.